പ്രമുഖ യുക്തിവാദി നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ നരേന്ദ്ര ധബോൽക്കർ വധക്കേസിൽ രണ്ടാം പ്രതിയായ സച്ചിൻ അന്ദുറയുടെ ശിക്ഷാവിധി മരവിപ്പിച്ചു. പ്രതിക്ക് ബോംബെ ഹൈക്കോടതി ജാമ്യവും അനുവദിച്ചിട്ടുണ്ട്. പ്രതിക്കെതിരായ തെളിവുകൾ ദുർബലമെന്നും അപ്പീലിൽ വെറുതെ വിടാനുള്ള സാധ്യതയുണ്ടെന്നും ബോംബെ ഹൈക്കോടതി നിരീക്ഷിച്ചു. ശ്യാം ദേവരാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ, രക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിൽ പഴുതുകളുള്ള ഒരു കുറ്റപത്രമായിരുന്നോ പ്രോസിക്യൂഷൻ കോടതിയിൽ കൊടുത്തിരുന്നത്? അതാണോ ഹൈക്കോടതി ഇപ്പോൾ ഈ ശിക്ഷ മരവിപ്പിക്കാനുള്ള കാരണം? ഡോക്ടർ, അങ്ങനെ തന്നെയാണ്. ബോംബെ ഹൈക്കോടതിയാണ് ഈ രണ്ടാം പ്രതി സച്ചിൻ അന്ദൂറയുടെ ശിക്ഷാവിധി, ജീവപര്യന്ത ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിരീക്ഷിക്കുന്നതും ഈ ഇടക്കാല ഉത്തരവിൽ ബോംബെ ഹൈക്കോടതി നിരീക്ഷിക്കുന്നതും അങ്ങനെയാണ്. ഈ ഹൈക്കോടതിയുടെ വിചാരണ കോടതിയുടെ വിധിയിൽ കുറ്റപത്രത്തിലടക്കം പിഴവുകളുണ്ട്. ഈ കുറ്റം നിർണ്ണയിക്കുക ഒരുപക്ഷെ അപ്പീലിൽ ഈ പ്രതിയെ വെറുതെ വിടാനുള്ള സാധ്യതയുണ്ട് എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ ബോംബെ ഹൈക്കോടതി നടത്തുകയും ചെയ്യുന്നുണ്ട്. ജസ്റ്റിസുമാരായ സാരംഗ് കൊത്വാൽ, ജസ്റ്റിസ് രഞ്ജിത് സിംഗ് ഭോൺസ്ലെ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഈ ശിക്ഷാവിധി മരവിപ്പിക്കുന്നത്. ഒപ്പം ഈ പ്രതിക്ക് സച്ചിൻ അന്ദൂറയ്ക്ക് ജാമ്യവും അനുവദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാവും യുക്തിവാദിയുമായ ഗോവിന്ദ് പൻസാരെ വധക്കേസിലും ഈ സച്ചിൻ അന്ദൂറെ പ്രതിയാണ്. ഈ കേസിൽ നേരത്തെ സച്ചിൻ അന്ദൂറയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രതി ശരത് കലാസ്കർക്ക് 2026 കഴിഞ്ഞ ഏപ്രിലാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് യുക്തിവാദി കൂടിയായ നരേന്ദ്ര ധബോൽക്കർ 2013 ഓഗസ്റ്റ് മാസം 23-നാണ് പൂനെയിൽ വെച്ച് കൊല്ലപ്പെടുത്തുന്നത്. ബൈക്കിലെത്തിയ 2 അക്രമികൾ അദ്ദേഹത്തിനെതിരെ വെടിയുതിർത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ കൊലപ്പെടുത്താൻ കഴിവുള്ള, അതായത് ഓടുന്ന ബൈക്കിൽ നിന്ന് വെടിയുതിർത്ത് ഒരാളെ കൊലപ്പെടുത്താൻ ശേഷിയുള്ള ആളാണ് ഈ സച്ചിൻ അന്ദൂറെ. അങ്ങനെയുള്ള ഒരു പ്രതിക്കാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി ശിക്ഷാവിധി മരവിപ്പിച്ച് ജാമ്യം നൽകിയിരിക്കുന്നത്. താങ്ക് യു. ശ്യാം ദേവരാജാണ് ലീഗൽ കറസ്പോണ്ടന്റ് വിവരങ്ങൾ നൽകിയത്.